കൽദായ സുറിയാനി സഭ അധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസുമായി കൂടിക്കാഴ്ച നടത്തി ബി.ജെ.പി. നേതാവ് പി.എസ്. ശ്രീധരൻപിള്ള. FCRA ഭേദഗതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ക്രൈസ്തവ സഭകളെ ലക്ഷ്യമിട്ടുള്ളതല്ല നിയമ ഭേദഗതിയെന്നും മറ്റ് ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സഭാ ആസ്ഥാനത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ സഭാ ട്രസ്റ്റിമാരും പങ്കെടുത്തു. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, ഈ FCRA ഭേദഗതി ഈ നിയമവിരുദ്ധ ഫണ്ടിംഗ് തടയുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇത് ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളെ വേട്ടയാടുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ പ്രചാരണം വലതു മുന്നണികൾ സംസ്ഥാനത്ത് ശക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു കൂടിക്കാഴ്ച. വിവരങ്ങൾ. FCRA ഭേദഗതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ക്രൈസ്തവ സഭകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള ഇന്ന് കൽദായ സുറിയാനി സഭ ആസ്ഥാനത്ത് സഭാ അധ്യക്ഷന്മാരുമായിട്ടും അതേപോലെ തന്നെ സഭാ ട്രസ്റ്റിമാരുമായിട്ടും നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. നീലിമ സൂചിപ്പിച്ച പോലെ തന്നെ FCRA ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വാർത്തകളൊക്കെ സൃഷ്ടിക്കുകയും അതിന് പിന്നാലെ ഒരു വിഭാഗം ആളുകളെ ചൊടിപ്പിച്ച് പുറത്തേക്ക് ഇറക്കുന്ന, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് അതിനൊക്കെ സുവർണ അവസരമായതുകൊണ്ട് അത്തരത്തിൽ ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പല കോണുകളിൽ നിന്നും പുറത്തു വന്നതോടുകൂടിയാണ് എന്താണ് ഈ FCRA ഭേദഗതി സംബന്ധിച്ചുള്ള കാര്യങ്ങളെന്ന് ക്രൈസ്തവ സഭയെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പി.എസ്. ശ്രീധരൻപിള്ള കൽദായ സുറിയാനി സഭ ആസ്ഥാനത്ത് സഭാ അധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളത്. അതായത് പ്രധാനമന്ത്രി ക്രൈസ്തവ വിശ്വാസികൾക്കൊപ്പമാണ് എന്നാണ് ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും ശ്രീധരൻപിള്ള വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ക്രൈസ്തവ സഭകളുമായിട്ട് ഏത് തരത്തിലാണ് പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും ബന്ധപ്പെട്ടിട്ടുള്ളതെന്നും ഏതൊക്കെ തരത്തിലുള്ള സൗഹൃദം ഇവർക്കിടയിൽ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ടൊരു വിശാലമായിട്ടുള്ള ചർച്ച, അത് എന്തൊക്കെയാണ് ഈ നിയമത്തിന്റെ കാര്യങ്ങൾ ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ട് ആണ് ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഈ ചർച്ചകൾ നടന്നിട്ടുള്ളത്. ഏത് തരത്തിലാണ് ആ നിയമത്തെ അല്ലെങ്കിൽ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വക്രീകരിച്ച് ഈ വിശ്വാസികൾക്കിടയിൽ ഈ വിഷം ഇഞ്ചക്ട് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളും ഈ ശ്രീധരൻപിള്ള സഭാ നേതാക്കന്മാരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും FCRA ഭേദഗതി ആശങ്കകൾ ഒന്നും ഉണ്ടാക്കാത്തതാണെന്നും ഈ തൃശ്ശൂർ അതിരൂപത അടക്കം ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരം തൃശ്ശൂർ അതിരൂപത ആസ്ഥാനത്ത് അതിരൂപത അധ്യക്ഷൻ തന്നെ ചില പത്രസമ്മേളനം ഇന്ന് നടത്തിയിരുന്നു. അദ്ദേഹവും ഇതിലുള്ള ഒരു ആശങ്കയൊക്കെ പങ്കുവച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഈ FCRA എന്താണ് ഭേദഗതിയിൽ ആശങ്ക വേണ്ട എന്ന് ശ്രീധരൻപിള്ള കൽദായ സുറിയാനി സഭ അധ്യക്ഷനുമായി ശ്രീധരൻപിള്ള കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. വിവരങ്ങളാണ് സാനു കെ സജീവ് നൽകിയത്.